നമസ്കാരം. കേരളം വെന്തുരുകുകയാണ്. ആശങ്കയേറ്റി കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നത് ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി. ആലപ്പുഴയിലും കോഴിക്കോട്ടുമാണ് മുന്നറിയിപ്പ്. പാലക്കാട്ടും തൃശൂരിലും ഉഷ്ണതരംഗം തുടരുകയാണ്. ചൂടിനാശ്വാസമായി തലസ്ഥാനത്ത് മഴയെത്തിയതും ഇന്നത്തെ വാർത്തയായി. അതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണ്. ലോഡ് ഷെഡിംഗിൽ തീരുമാനം മറ്റന്നാളുണ്ടാകും. തിരുവനന്തപുരം മേയർക്കെതിരെയുള്ള KSRTC ഡ്രൈവറുടെ പരാതിയിൽ കേസില്ല. വിഷയത്തിൽ ഇന്ന് കോർപ്പറേഷനിൽ പ്രതിഷേധമുണ്ടായി. SSLC പരീക്ഷാഫലം മെയ് 8 പ്രഖ്യാപിക്കും. 2020 ലോകകപ്പിൽ സഞ്ജു സാംസൺ ഇടം നേടുന്നു. അങ്ങനെ ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. അല്പസമയം മുൻപ് വന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും ഋഷഭ് പന്തിനൊപ്പം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. രോഹിത് ശർമ്മ ടീമിനെ നയിക്കും. ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ. KL രാഹുലിനെ തഴഞ്ഞു. ശുഭ്മാൻ ഗില്ലിനെ പരിഗണിച്ചത് റിസർവ് ടീമിലേക്ക് മാത്രമാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, വിവരങ്ങൾ എന്താണ്? ശേഷമാണ് ഇപ്പോൾ ടീമിന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം മറ്റന്നാളായിരിക്കും ഉണ്ടാവുക. എന്നാൽ BCCI ആരൊക്കെയാണ് ടീമിലെ അംഗങ്ങൾ എന്ന വിവരം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. മലയാളികൾക്ക് പ്രത്യേകിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമ്മുടെ സഞ്ജു സാംസൺ ലോകകപ്പ് ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചു എന്നതാണ്. മുൻപ് പല കാരണങ്ങൾ കൊണ്ടും ക്രിക്കറ്റിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുമ്പോൾ പോലും അതിനപ്പുറത്തേക്കുള്ള പല കാരണങ്ങൾ കൊണ്ടുപോലും അദ്ദേഹത്തിന് ടീമിൽ ഇടം ലഭിക്കാതെ പോയ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ IPL അദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മേലുള്ള സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ച് ആ ക്യാപ്റ്റൻസിയും അതിനൊപ്പം ബാറ്റർ എന്നുള്ള മികവും അദ്ദേഹം സ്ഥിരതയോടെ പുറത്തെടുത്തു. ഒപ്പം ഫിനിഷർ എന്ന രീതിയിൽ മത്സരം അവസാനിപ്പിക്കുന്ന രീതി, അങ്ങനെ പല ഘടകങ്ങൾ അദ്ദേഹത്തെ തഴയാൻ കഴിയാത്ത വിധം സെലക്ടർമാർക്ക് മുന്നിൽ പ്രധാനപ്പെട്ട ഒരു താരമായി അദ്ദേഹത്തെ മാറ്റി. അങ്ങനെയാണ് സഞ്ജു സാംസണെ ഈ 15 അംഗ സംഘത്തിലേക്ക് എടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഋഷഭ് പന്ത് ടീമിലുണ്ട്. രണ്ടാം വിക്കറ്റ് കീപ്പർ എന്നുള്ള റോളിലേക്കാണ് സഞ്ജു സാംസണെ ഇപ്പോൾ പരിഗണിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് പ്ലേയിങ് 11 സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് ഇനി അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് KL രാഹുലോ സഞ്ജു സാംസണോ ആരാകും രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ എന്നതിലായിരുന്നു വലിയ ചർച്ചകൾ നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ KL രാഹുലിനെ ഒഴിവാക്കി പകരം സഞ്ജു സാംസണെ ആ റോളിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ ഈ ടീം ലിസ്റ്റിലെ പല പേരുകളും നേരത്തെ തന്നെ ഉറച്ചതാണ്. അതായത് ക്യാപ്റ്റനായി രോഹിത് ശർമ്മ, ഒപ്പം തന്നെ യശസ്വി ജയ്സ്വാൾ മികച്ച പ്രകടനം നടത്തുന്ന യുവതാരം എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ പേര്, ഒപ്പം വിരാട് കോഹ്ലി, ഋഷഭ് പന്ത് എന്നിവരുടെ പേര് നേരത്തെ തന്നെ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ പേരും നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. അതിനുശേഷമുള്ള പേരുകളാണ് പ്രധാനമായും ചർച്ചകൾ നടന്നത്. സൂര്യകുമാർ യാദവിനെ എടുക്കുന്നു, ഋഷഭ് പന്തിനെ എടുക്കുന്നു. രണ്ടുപേരും T20 ക്രിക്കറ്റിൽ അവർ പുലർത്തിയിട്ടുള്ള മികവ്, പ്രത്യേകിച്ച് സൂര്യകുമാറിന് T20യിലുള്ള ഒരു മേൽക്കോയ്മയൊക്കെ പരിഗണിച്ച് അദ്ദേഹത്തിന് ടീമിൽ ഇടം നൽകുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ IPL സീസണിൽ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകടനം, പ്രത്യേകിച്ച് ബൗളിങ്ങിൽ അദ്ദേഹം പുറകോട്ട് പോയത് ഒക്കെ തന്നെ ഈ ചർച്ചകളിൽ പ്രധാനമായി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തത്തുല്യനായ ഒരു താരത്തെ, പകരം ഒരു താരത്തെ കണ്ടെത്തുന്നതിൽ ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹാർദിക് പാണ്ഡ്യ തന്നെ വൈസ് ക്യാപ്റ്റൻ റോളിലേക്ക് വരുന്നു. ശിവം ദുബെ പോലെ സ്പിന്നിനെ വളരെയധികം മികച്ച രീതിയിൽ കളിക്കുന്ന, സ്പിന്നിന് അനുകൂലമായ ഒരു പിച്ചിൽ ഒരുപക്ഷേ ലോകകപ്പ് നടക്കുമ്പോൾ അവിടെ ഗുണപ്പെടാൻ സാധ്യതയുള്ള താരമെന്നുള്ള നിലയ്ക്ക് ശിവം ദുബൈക്ക് കൂടി ഈ ടീമിൽ ഇടം നൽകുന്നു. രവീന്ദ്ര ജഡേജ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പെർഫോമൻസിൽ ഒരല്പം സംശയങ്ങൾ ഉണ്ടായിരുന്നു സെലക്ഷൻ കമ്മിറ്റിക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. 7ാം നമ്പറിൽ അദ്ദേഹത്തെ എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അന്തിമ പട്ടിക വന്നപ്പോൾ അദ്ദേഹത്തിനും ഈ ടീമിൽ ഇടമുണ്ട്. അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ഒപ്പം യുശ്വേന്ദ്ര ചഹലിന്റെ മടങ്ങി വരവ് ഈ പട്ടികയിലെ ഒരു പ്രത്യേകതയാണ്. മുഹമ്മദ് സിറാജ് അടക്കമുള്ള താരങ്ങൾ. ശുഭ്മാൻ ഗില്ലിന് ഈ അദ്ദേഹത്തിന്റെ സമാനമായ രീതിയിൽ റൈറ്റ് ഹാൻഡർ ബാറ്റർ എന്നുള്ള നിലയ്ക്ക് മറ്റു താരങ്ങൾ ഉള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു റിസർവ് ലിസ്റ്റിലേക്ക് പോകേണ്ടി വന്നു എന്നതാണ് ശ്രദ്ധേയമായ. ഒരുപക്ഷെ മറ്റേതെങ്കിലും താരങ്ങൾക്ക് പരിക്കേൽക്കുകയോ മറ്റു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ടീമിലേക്ക് വരാൻ കഴിയും. അല്ലാത്ത സാധ്യതയിൽ അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഏതായാലും വീണ്ടും ഒരിക്കൽ കൂടി വന്നാൽ മലയാളികൾക്ക് വളരെ അഭിമാനകരമായ, സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്കാണ് പോകുന്നത്. ഇനി സഞ്ജു സാംസൺ ലോകകപ്പ് മത്സരത്തിൽ കളിക്കുന്നത്, ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതും ഒക്കെ തന്നെ മലയാളി ആരാധകർ നമ്മളും എല്ലാവരും കാത്തിരിക്കുകയുമാണ്. അനുജ. ശ്രീനാഥ്, ഇതിലിപ്പോൾ KL രാഹുലിനെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. അത് എന്ത് കാരണം കൊണ്ടാകാം അദ്ദേഹത്തെ ഒഴിവാക്കിയത്? അദ്ദേഹം മുൻപ് ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളൊരു പ്ലെയർ കൂടിയാണല്ലോ.
KL രാഹുലിന് ഈ IPL മുൻപായി ചില ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉള്ളതായി നമുക്കറിയാമായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ IPL കളിക്കുന്നു. പക്ഷേ സഞ്ജു സാംസണും ഋഷഭ് പന്തും KL രാഹുലും 3 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് വന്നത്. അതിൽ സെലക്ഷൻ കമ്മിറ്റി ആദ്യം മുതൽ തന്നെ ഋഷഭ് പന്തിന് അനുകൂലമായൊരു നിലപാട് എടുത്തിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഋഷഭ് പന്തിന് ആദ്യത്തെ വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയ്ക്ക് ടീമിൽ അംഗത്വം ഏതാണ്ട് ഉറപ്പിച്ചതുമാണ്. പിന്നീടാണ് 2ാം വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയ്ക്കുള്ള ചർച്ചകളിലേക്ക് വന്നത്. അവിടെ സഞ്ജു സാംസണും KL രാഹുലും വന്നു. കുറച്ചുകൂടി സീനിയോറിറ്റി ടീമിൽ KL രാഹുലിന് ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ എന്നാൽ പോലും സഞ്ജു സാംസൺ ഈ സീസണിൽ IPL പുറത്തെടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മികവ്, സ്ഥിരത, ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പുറത്തെടുത്ത മെച്യൂരിറ്റി, ഒരു ഫിനിഷർ എന്നുള്ള നിലയ്ക്കൊക്കെ ചില മത്സരങ്ങൾ അദ്ദേഹം അവസാനിപ്പിച്ച രീതി, അങ്ങനെ പല ഘടകങ്ങൾ വെച്ച് പരിഗണിച്ചപ്പോൾ KL രാഹുലിനേക്കാൾ സെലക്ടർമാർക്ക് യോഗ്യനെന്ന് തോന്നിയത് സഞ്ജു സാംസണാണ്. അങ്ങനെ സഞ്ജുവിനെയും KL രാഹുലിനെയും ഒരുമിച്ച് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് KL രാഹുലിന് പുറത്തേക്ക് പോകേണ്ടി വന്നത്. അനിൽ വാസുദേവ് കൂടി സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, ഇപ്പോൾ ഇതിൽ ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് റിസർവ് ടീമിലേക്ക് മാറ്റി എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇന്ത്യൻ ടീമിന് വേണ്ടി കഴിഞ്ഞ കാലത്തൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലെയർ, അദ്ദേഹം എന്തുകൊണ്ട് റിസർവ് ടീമിൽ ഇടം നേടുന്നു? അനുജ, ഒറ്റ കാരണം തന്നെയുള്ളൂ. അതായത് ടോപ്പ് ഓർഡറിൽ അത്രയ്ക്ക് ശക്തമായ ഒരു ടോപ്പ് ഓർഡർ തന്നെയാണ് ഇന്ത്യക്കുള്ളത്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഒപ്പം തന്നെ സൂര്യകുമാർ യാദവ്, 3 റൈറ്റ് ഹാൻഡർ ബാറ്റേഴ്സ് ഒപ്പം ഉണ്ട്. അതിനൊപ്പം തന്നെ യശസ്വി ജയ്സ്വാൾ, ഇങ്ങനെ ഒരേ ശൈലിയിൽ ബാറ്റ് വീശുന്ന ഒരു 3 പ്ലെയേഴ്സും ഒപ്പം തന്നെ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയറും. അത് വെച്ച് നോക്കുമ്പോൾ യശസ്വിക്ക് തന്നെയാണ് 1ാം സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ റിസർവ് ടീമിലേക്ക് പരിഗണിക്കുന്നത്. ശുഭ്മാൻ ഗില്ല് സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം 900 റൺസ് അടുത്താണ് അദ്ദേഹം ഈ കഴിഞ്ഞ കലണ്ടർ നേടിയത്. പക്ഷേ കൂടുതൽ ഒരു അറ്റാക്കിംഗ് ഇൻറ്റോട് കൂടിയായിരിക്കും ഇന്ത്യ ഇത്തവണ ലോകകപ്പിൽ കളിക്കുക. അതുകൊണ്ട് തന്നെ യശസ്വിക്ക് ആദ്യ അവസരം കൊടുക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗില്ലിന് റിസർവ് ടീമിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ടോപ്പ് ഓർഡറിൽ ഇന്ത്യയുടെ ഒരു നിര ഇങ്ങനെയായിരിക്കും: ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, 4ാം നമ്പറിൽ സൂര്യകുമാർ യാദവ്, 5ാം നമ്പറിൽ ഋഷഭ് പന്തോ സഞ്ജു സാംസണോ. ഇതാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു സ്ഫോടനാത്മക ബാറ്റിംഗിന്റെ ഒരു സ്വഭാവം നോക്കുമ്പോൾ ഋഷഭ് പന്തിനായിരിക്കും 1ാം വിക്കറ്റ് കീപ്പറുടെ സ്ഥാനം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അടുത്ത സ്ഥാനത്ത് വരുന്നത് വൈസ് ക്യാപ്റ്റനായി നിയോഗിക്കപ്പെട്ട ഹാർദിക് പാണ്ഡ്യയാണ്. പിന്നീട് രവീന്ദ്ര ജഡേജ ഒക്കെ തന്നെ ഒരുപക്ഷെ അക്സർ പട്ടേലിനെ ആദ്യ 11ലേക്ക് പരിഗണിക്കും എന്നുള്ള ഒരു കാര്യം വരുന്നു. അങ്ങനെ ഒരു രോഹിത് ശർമ്മ മുന്നോട്ട് വെച്ച ഒരു കാര്യം തന്നെ ഒരു ടീമിന്റെ ആ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് രോഹിത് ശർമ്മ മുന്നോട്ട് വെച്ച ഒരു തീരുമാനം. അപ്പോൾ ഒന്നിലധികം താരങ്ങളെ മാറ്റുന്നത് ഒരുപക്ഷെ തിരിച്ചടിയാവാം എന്നത് കണ്ടാണ് 2020 ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സഞ്ജു സാംസൺ ലോകകപ്പ് ടീമിൽ ഇടം നേടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്പസമയം മുൻപാണ് BCCI ഈ ടീം പ്രഖ്യാപിച്ചത്. ശ്രീശാന്തിന് ശേഷം ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന മലയാളി കൂടിയായി മാറുന്നു സഞ്ജു സാംസൺ. ഇന്ന് സംഭവിച്ച മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി. സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാടിനും തൃശ്ശൂരിനും പുറമെ ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ കൂടി അടുത്ത 3 ദിവസത്തേക്കാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത്. ആലപ്പുഴയിൽ രാത്രികാല മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. പാലക്കാട് ഓറഞ്ച് അലേർട്ട് തുടരും. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, കൂടുതൽ ജില്ലകളിലേക്ക് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് എന്ന ആശങ്കയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്? ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്? പാലക്കാട്ട് മാത്രമാണോ ഓറഞ്ച് അലേർട്ട് ഉള്ളത്? അനുജ, അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാടും വടക്കൻ കേരളവും ഒക്കെ ചുട്ടുപൊള്ളുകയാണ്. അതിശക്തമായ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട് 41.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂടാണത്. തൃശ്ശൂർ വെള്ളാനിക്കരയിൽ ഇന്നലെ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. അത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5.3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ആ ചൂട്. പാലക്കാടും തൃശ്ശൂരും ഇന്നലെ ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പാലക്കാട് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ 2 ജില്ലകൾക്ക് പുറമെ കോഴിക്കോടും അതുപോലെ ആലപ്പുഴയിലും കൂടി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജില്ലകളിൽ കൂടി ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് അത്യന്തമായ ചൂട് അധികരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അത് അടുത്ത 3 ദിവസം കൂടി തുടരും. അതിൽ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും തൃശ്ശൂരിലും ഒപ്പം കോഴിക്കോടും ആലപ്പുഴയിലും
യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ ഉയർന്ന ചൂട് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴയിൽ രാത്രികാല മുന്നറിയിപ്പ്, ചൂടിന്റെ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. കാരണം സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4.2 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് ആലപ്പുഴയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തീരദേശ ജില്ലയാണ്, കൂടുതൽ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്യുഷ്ണം ആ മേഖലയിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ രാത്രി ചൂട് മുന്നറിയിപ്പ് കൂടി ആലപ്പുഴയിൽ നൽകിയിരിക്കുന്നത്. മറ്റ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ജില്ലകൾ ഇങ്ങനെയാണ്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. ആ ജില്ലകളിൽ 3 ഡിഗ്രി മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. നിലവിൽ പാലക്കാടടക്കം നിരവധിയായ നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ദിവസങ്ങളിൽ തൃശ്ശൂരും അതുപോലെ ആലപ്പുഴയിലും കോഴിക്കോടുമൊക്കെ ഈ 5 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട്, അത് സാധാരണയിൽ നിന്ന് അധികം ചൂട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ മേഖലയിലും കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് വരേണ്ടി വരും എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. എന്താണെങ്കിലും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇതിൽ അലക്സി, രാത്രികാല താപനില ആലപ്പുഴ ജില്ലയിൽ ഉയരുമെന്ന് പറയുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പൊതുവെ ഈ സമയങ്ങളിലൊക്കെ ഒരു പ്രതിഭാസമായി അനുഭവപ്പെടുന്നത് രാത്രികാലങ്ങളിലും താപനില കുറയുന്നില്ല എന്നതാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദഗ്ധർ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആലപ്പുഴയിലെ പ്രത്യേക സാഹചര്യം എന്താണ്? അനുജ, തീരദേശ സംസ്ഥാനമാണ് കേരളം. കാരണം തീരം കൂടുതലുള്ള സംസ്ഥാനമാണ്. കടൽ ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് സംസാരിച്ച കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ധർ പറയുന്നത് അറബിക്കടലിലെ ചൂട് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, അത് രാത്രികാല ചൂട് തന്നെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശ്വസിക്കാനാകാത്ത ചൂടാണ് അറബിക്കടലിൽ രാത്രി രേഖപ്പെടുത്തുന്നതെന്നാണ് അവർ ആശങ്ക പങ്കുവച്ചത്. അത് പ്രതിഫലിക്കുന്നത് തീരദേശ ജില്ലകളിലാണ്, അതിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിലാണ്. കാരണം ഹ്യൂമിഡിറ്റി രേഖപ്പെടുത്തുന്നതിന്റെ ചൂടിനേക്കാൾ ഈ അന്തരീക്ഷ ഊഷ്മാവ് കൂടി ചേർന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഹ്യൂമിഡിറ്റി, ആ ഒരു ഹീറ്റ് ഇൻഡെക്സ് അത് കൂടുതലായിരിക്കും. അത് രേഖപ്പെടുത്തുന്നതിനേക്കാൾ അനുഭവേദ്യമാകുന്ന ചൂട് ഏതാണ്ട് 5 ഡിഗ്രി സെൽഷ്യസിന് വരെ മുകളിലായിരിക്കും. അത് ഒരു പുഴുങ്ങൽ പോലത്തെ ഒരു ആരോഗ്യ പ്രശ്നമായിരിക്കും ജനങ്ങളിൽ അനുഭവപ്പെടുക. അതാണ് ആലപ്പുഴയെ സംബന്ധിച്ച് ഉണ്ടാകുന്ന കാര്യമെന്നാണ് നൽകുന്ന മുന്നറിയിപ്പ്. കർശനമായ ജാഗ്രത തുടരണം ആലപ്പുഴയിൽ. അനുജ, ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഉയർന്ന ചൂട് തുടരുമെന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് ഇന്ന് പരക്കെ വേനൽമഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ അല്പം മുമ്പ് വേനൽമഴ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വാർത്തയിലേക്ക് നമ്മൾ പോകും. ഏതായാലും കൂടുതൽ ആശങ്കയിലേക്ക് സംസ്ഥാനം പോകുന്നു, ചുട്ടുപൊള്ളുന്നു. അത് ഇനിയും തുടരുമെന്നതാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടുതൽ ജില്ലകളിലേക്ക് വരുന്നു. അത് കോഴിക്കോട്ടും ഒപ്പം ആലപ്പുഴയിലും ഒക്കെ അത്തരത്തിലേക്ക് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിനിടെ തലസ്ഥാനത്ത് നിന്ന് വന്നത് ആശ്വാസ വാർത്തയാണ്. ചുട്ടുപൊള്ളുന്ന തിരുവനന്തപുരത്തിന് ആശ്വാസമായി വേനൽ മഴയെത്തി. നഗരത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴ ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. കുളിർമ നൽകിക്കൊണ്ടാണ് വേനൽമഴ തലസ്ഥാനത്തെത്തിയത്. മലയോര മേഖലകളിൽ നെയ്യാറ്റിൻകരയിൽ, കാട്ടാക്കടയിലൊക്കെ ശക്തമായ മഴ പെയ്തു എന്നതാണ് റിപ്പോർട്ട്. കൊടും ചൂടിനിടെ ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുന്നത് പൊതുജനത്തെ വലയ്ക്കുകയാണ്. ഇന്നലെ രാത്രി IT നഗരമായ കൊച്ചിയിൽ ഉൾപ്പെടെ പലതവണ വൈദ്യുതി മുടങ്ങി. കൊച്ചിയിലും മലപ്പുറത്തും ജനങ്ങൾ KSEB ഓഫീസ് ഉപരോധിച്ചു. ആലപ്പുഴ ജില്ലയിലടക്കം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വേനൽ കനത്തതോടെ മിൽമയുടെ പാൽ ഉത്പാദനം ഗണ്യമായി കുറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ ബിൻ കരീം, ഒപ്പം ഹരികൃഷ്ണൻ എന്നിവരാണ്. ആദ്യം സമീർ ബിൻ കരീമിലേക്ക്. സമീർ, പലയിടങ്ങളിലും സംസ്ഥാനത്ത് വൈദ്യുതി മുടക്കമുണ്ട്. അത് രാത്രി ഒക്കെ അസഹനീയമായ തരത്തിൽ ചൂട് ഉള്ളപ്പോഴും വൈദ്യുതി മുടങ്ങുന്നു, അത് മണിക്കൂറുകളോളം മുടങ്ങുന്നു എന്ന പരാതി, പലയിടത്തും KSEB ഓഫീസുകൾക്ക് മുന്നിലുള്ള പ്രതിഷേധം, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്നതാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് സ്ഥിരീകരിച്ച് അറിയിച്ചത്.
KCB ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ അമിതമായ അല്ലെങ്കിൽ എസികളുടെ എണ്ണത്തിലുണ്ടായ വർധനമൊപ്പം തന്നെ വൈദ്യുതിയുടെ അമിതമായ ഉപയോഗവുമാണ് ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കേണ്ടി വരുന്ന കാരണത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ KCB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടും, അതല്ലെങ്കിൽ ഓവർലോഡ് മൂലം KCB ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് KCB വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാലാരിവട്ടത്തും ഒപ്പം തന്നെ തിരുരങ്ങാടി തലപ്പാറയിലെ KCB ഓഫീസിലേക്കുമാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തിരുരങ്ങാടി AR നഗർ VK പടി എന്നീ ഭാഗങ്ങളിൽ അപ്രതീക്ഷിതമായി മണിക്കൂറുകളോളം കരണ്ട് പോയതോടുകൂടി നാട്ടുകാർ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി KCB ഓഫീസിലെത്തി ഉപരോധിക്കുകയാണ് ഉണ്ടായത്. അത് സമാനമായ രീതിയിൽ തന്നെയാണ് പാലാരിവട്ടം KCB ഓഫീസിലേക്കും നാട്ടുകാർ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ നാട്ടുകാർ പറയുന്നത് KCB ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ലെന്നും അങ്ങനെ നേരിട്ടെത്തിയ ആളുകളോട് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ രാത്രിയിൽ കരണ്ട് പോകുമ്പോൾ ആളുകളും ഒപ്പം തന്നെ ചെറിയ കുട്ടികളും വയോജനങ്ങളും ഒക്കെ തന്നെ ഉള്ള വീടുകളിലൂടെ അവസ്ഥ അതീവ ദുരിതപൂർണ്ണമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പകലന്തിയോളം ഈ പുറത്തൊക്കെ നടന്ന് രാത്രി വിശ്രമത്തിനായി ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി ആളുകൾ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ കരണ്ട് പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുകയും അസമയത്ത് പോലും അല്ലെങ്കിൽ ഇത്തരത്തിൽ സമയം നോക്കാതെ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകുന്നത്. അനുജ, ഇനി കുടിവെള്ളക്ഷാമത്തിന്റെ അവസ്ഥ അതെന്താണ്? ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടിയുണ്ട്. ഹരികൃഷ്ണൻ, ആലപ്പുഴയിൽ പലപ്പോഴും നമുക്ക് കുടിവെള്ളക്ഷാമത്തിന്റെ വാർത്തകൾ ആലപ്പുഴയിൽ നിന്ന് ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഇത് കുറെ കൂടി രൂക്ഷമായ പ്രതിസന്ധി ആ ജില്ല നേരിടുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ മേഖലകളിൽ ഈ പ്രശ്നമുണ്ട്? അങ്ങോട്ടേക്ക് കുടിവെള്ളം എത്തിക്കാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്നുവെച്ചാൽ ഈ ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി അന്തരീക്ഷ താപനില ഒരേ രീതിയിലാണ്. ഇന്ന് ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി വരുമ്പോഴത്തേക്കും ഇത്തരത്തിലൊരു ആശങ്ക ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഹ്യൂമിഡിറ്റി അത് കൂടുകയാണ്. ഈ തരത്തിൽ അങ്ങനെ പോകുമ്പോൾ ഈ ശുദ്ധജലക്ഷാമം എന്ന് പറയുന്നത് വളരെ നാളുകളായി ആലപ്പുഴയുടെ ഈ കുട്ടനാടൻ മേഖലകളിലൊക്കെ നേരത്തെ തന്നെ വാർത്തകളായി പുറത്തു വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യം, അത് ഈ വേനൽക്കാലത്ത് അത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ തണ്ണീർമുക്കം ബണ്ട് തുറന്നുവിട്ടത് ഈ കുട്ടനാട് പൊതുജലാശയങ്ങളെ ആശ്രയിച്ചാണ്. കൂടുതലും ഈ കുട്ടനാട്ടിലെ ഈ ജനവാസ മേഖലയിലുള്ളവർ ഈ ജലത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് അത്തരം പൊതുജലാശയങ്ങളാണ്. പക്ഷേ ഈ ഓരുവെള്ളം കയറിയതോടുകൂടി അതുകൂടി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാകുന്നു. അതുമാത്രവുമല്ല, ഈ വള്ളത്തിലൊക്കെയാണ് ഈ വെള്ളം ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അത് ഈ പോളശല്യമൊക്കെ കാരണം അത് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാകുന്നു. അങ്ങനെ ഈ കൈനഗിരി എന്ന് പറയുന്ന മേഖലയിൽ ഏതാണ്ട് 15 വാർഡിലോളം കഴിഞ്ഞ ഒരാഴ്ചയായി ശുദ്ധജലം ഇല്ല എന്നുള്ളൊരു അത്യന്തം ദുരിതമായ ഒരു അവസ്ഥ, അവരുടെ ജീവിതാവസ്ഥ അങ്ങനെ ആയി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, ഇത്തരത്തിൽ വെള്ളം എത്തിക്കാനുള്ള ഇടപെടലുകളൊക്കെ അധികാരികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കാര്യക്ഷമമാകുന്നില്ല എന്നുള്ളതാണ്. പൈപ്പ് കണക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഈ തകരാറിലാകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഈ ചെറിയ ഈ അവിടുത്തെ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കൂടിയൊക്കെ ഈ പമ്പ് ഹൗസുകളൊക്കെ തകരാറിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ദുരിതാവസ്ഥയിൽ കൂടിയാണ് ഈ കുട്ടനാടൻ മേഖലകളിലൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുട്ടനാടൻ മേഖലകളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ശുദ്ധജലക്ഷാമം നേരിടുന്നതെന്നുള്ളതാണ്. പക്ഷേ ബാക്കിയുള്ളിടങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഈ അന്തരീക്ഷ താപനില ഉയരുന്നത് കൂടി ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. അത് അവരെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. കാരണം ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടിയൊക്കെ വരുമ്പോഴേക്കും വേനൽക്കാലമാണ് വരുന്നത്, വരൾച്ചയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഇത്തരത്തിലൊരു പ്രതിസന്ധി കൂടി വരുമ്പോഴത്തേക്കും അത് ആളുകളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നു. ഇപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്കുൾപ്പെടെ കുടിനീരിനുൾപ്പെടെ അവർ വില കൊടുത്ത് പുറത്തുനിന്ന് വെള്ളം വാങ്ങുന്ന ഒരവസ്ഥയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, കൊടും ചൂട്, വൈദ്യുതി പ്രതിസന്ധി, കുടിവെള്ളക്ഷാമം, ഇതാണ് നിലവിൽ കേരളത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമോ എന്നുള്ളതിലേക്കൊക്കെയുള്ള തീരുമാനം കൂടി കൈക്കൊള്ളാൻ പോവുകയാണ് സർക്കാർ. കൊടും ചൂട് തുടരുമ്പോൾ സംസ്ഥാനം വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കടക്കുകയാണ്. വൈദ്യുതി ഉപഭോഗം കുതിക്കുമ്പോൾ നിയന്ത്രണം വേണമെന്നാണ് KSEBയുടെ ആവശ്യം. മറ്റന്നാൾ ചേരുന്ന KSEBയുടെ ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി 24-നോട് പറഞ്ഞു. 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പവർ സിറ്റുവേഷൻ്റെ സാഹചര്യം എന്താണെന്ന് വിലയിരുത്താൻ. അന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുണ്ടാവും. അവിടെ വെച്ചിട്ട് ഒരു തീരുമാനം ആലോചിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം പറയുന്നുണ്ടാവും. ലോഡ് കൂടുതലാകുമ്പോൾ പവർ ഡ്രിപ്പാകുന്നത്, സബ്സ്റ്റേഷനൊക്കെ ഡ്രിപ്പാകുമ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ വേണ്ടി വരും. ഇതാണ് ഇപ്പോൾ പ്രശ്നം ഇവിടെ നടക്കുന്നത്. ഓവറായിട്ടുള്ള ഉപയോഗം കൂടുമ്പോൾ അത് സ്വയം എല്ലാവരും ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. കേന്ദ്ര ഗ്രിഡിൽ നിന്നുള്ള പുസ്തക സമയത്ത് അധിക വില നൽകിയാൽ പോലും അവർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രൈവറ്റ് ഇതിൻ്റെ അടുത്തല്ലേ പോകേണ്ടുള്ളൂ. കഴിയുന്നത്ര ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുക. പക്ഷേ നമ്മുടെ ചിലവ് മുട്ടിപ്പോണ്ടേ, അതിനനുസരിച്ചിട്ടേ വരുള്ളൂ. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ ദിവസം മന്ത്രി നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത്
തൽക്കാലം ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ KSEB ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ലോഡ് ഷെഡിംഗിലേക്ക് കേരളം കടക്കുമെന്ന് തന്നെയാണോ? അനുജ, സംസ്ഥാനത്ത് ചൂട് കൂടുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ഉപഭോഗവും കുതിച്ചു വരികയാണ്. ഉപഭോഗത്തിൽ സർവ്വകാല റെക്കോർഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. ഓരോ ദിവസവും ഇത്തരത്തിൽ പുതിയ പുതിയ റെക്കോർഡുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 113.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഇതിൽ 88 ദശലക്ഷം യൂണിറ്റും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. വളരെ കുറച്ച് വൈദ്യുതി മാത്രമേ സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ഇത് വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി കൂടുതൽ ലഭിക്കുന്നതുമില്ല. മറ്റ് കൽക്കരി താപവൈദ്യുത നിലയങ്ങളിൽ നിന്ന്, സ്വകാര്യ നിലയങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതലായി വൈദ്യുതി കൊണ്ടുവരുന്നത്. മാത്രമല്ല, അധികമായി വൈദ്യുതി കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ വൈദ്യുതി വിതരണ പ്രസരണ ശൃംഖലകളെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. കാരണം വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ വളരെ കടുത്ത ഉപയോഗം നടക്കുന്നു എന്നുള്ളതാണ് KSEBയുടെ ഒരു വിലയിരുത്തൽ. കാരണം ഈ സമയത്ത് കഴിഞ്ഞ ദിവസം 5646 മെഗാവാട്ടാണ് ഈ സമയത്ത് പീക്ക് സമയത്ത് ആവശ്യമായി വന്നത്. സ്വാഭാവികമായും ഇത് വൈദ്യുതി ലൈനുകൾക്ക് താങ്ങാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും ലൈനുകൾ ഓഫാകുന്നു, ഡ്രിപ്പാകുന്നു, ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. വൈദ്യുതി ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം വേണ്ട ഈ ഒരു കാലയളവിൽ 700ഓളം ട്രാൻസ്ഫോമറുകൾക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി നിയന്ത്രണം ആവശ്യമാണ് എന്നുള്ളതാണ് വൈദ്യുതി ബോർഡിൻ്റെ വിലയിരുത്തൽ. ഇക്കാര്യം സർക്കാരിനെ അനൗദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. മറ്റന്നാൾ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ഇതിനുശേഷമായിരിക്കും സർക്കാരിനോട്, മുഖ്യമന്ത്രിയോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുക. ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം വേണം എന്ന ബോർഡ് കടുത്ത നിലപാടിലേക്ക് നീങ്ങിയാൽ ഒരുപക്ഷെ സർക്കാരും ഇതിന് അനുകൂലമായ നിലപാടെടുത്തേക്കും. പവർ കട്ടാണോ ലോഡ് ഷെഡിംഗ് ആണോ വേണ്ടത്, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ മറ്റന്നാൾ ചേരുന്ന യോഗം തീരുമാനമെടുക്കും. ഈ വൈദ്യുതി പ്രതിസന്ധി പലയിടത്തും ഡ്രിപ്പാകുകയും ഒരു പ്രദേശം മൊത്തവും ഇരുട്ടിലാകുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ക്രമസമാധാന പ്രശ്നമായി വളർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നാട്ടുകാർ ഈ KSEBയുടെ സെക്ഷൻ ഓഫീസുകളിലേക്ക് ചെല്ലുകയും അവിടെ ബഹളമുണ്ടാക്കുകയും ജീവനക്കാരുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഒഴിവാക്കണമെങ്കിൽ ചിലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൂടിയേ മതിയാകൂ എന്നുള്ളതാണ് KSEB ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അനുജ, സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വേണമെന്ന് KSEB ആവശ്യപ്പെടുന്നു. മറ്റന്നാൾ ഉന്നതതല യോഗത്തിൽ ഇതിൽ അന്തിമ തീരുമാനമുണ്ടാകും എന്നതാണ് ഗിരീഷ് നൽകിയ വിവരം. കനത്ത ചൂടിൽ മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വലയുകയാണ്. മുംബൈയിൽ സൂര്യാഘാതമേറ്റ് വീഴുന്ന പക്ഷികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. നിർജ്ജലീകരണവും സൂര്യാഘാതവുമാണ് പക്ഷികളുടെ ജീവനെടുക്കുന്നത്. സഹിക്കവയ്യാത്ത ചൂടാണ്. 40 ഡിഗ്രിക്ക് മുകളിലാണ് പകൽ മുംബൈയിൽ അനുഭവപ്പെടുന്ന ചൂട്. തണുത്ത വെള്ളം കുടിച്ചും വെയിലേൽക്കാതെയും മനുഷ്യൻ ചൂടിൽ നിന്ന് ഒളിക്കാനുള്ള വഴി തേടും. പക്ഷേ പക്ഷികൾക്ക് അത്രയും വിദ്യകൾ അറിയുമോ? अभी हमारे यहाँ पे ईगल्स 25 के आसपास है और हमारे यहाँ पे पिजन जो है वो 20-25 के आसपास है यहाँ पे. डेली अभी समर का क्लाइमेट चल रहा है तो डेली हमारे यहाँ पे बहुत सारे बर्ड्स आते हैं यहाँ पे. വീണുപോകുന്ന പക്ഷികളെ നല്ല മനസ്സുകളിൽ ചിലർ ആശുപത്രികളിൽ എത്തിക്കും. മുംബൈയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഭായ് സക്കർഭായ് പെറ്റിറ്റ് ആശുപത്രിയിൽ രോഗികളെ പ്രതീക്ഷിച്ച് പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. इनको डिहाइड्रेशन का प्रॉब्लम होता है या फिर कोई उड़ नहीं पाता है. हम लोग अगर जख्म रहेगा तो उसके ऊपर हम लोग ड्रेसिंग करते हैं और अगर समझो उसको डिहाइड्रेशन वगैरह हुआ है तो फिर डिहाइड्रेशन के लिए हम लोग उनको सलाइन देते हैं. लाइक अभी आपने देखा थोड़ी देर पहले कि हम लोग ड्रेसिंग कर रहे थे तो ड्रेसिंग वगैरह हम लोग करते हैं प्रॉपरली. വിറ്റാമിനും മറ്റും നൽകി ശരീരം പുഷ്ടിപ്പെടുത്തിയ ശേഷമാണ് പക്ഷികളെ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നുവിടുക. ബോറിവലി ഉദ്യാനമാണ് പ്രധാന ഇടങ്ങളിലൊന്ന്. വരും ദിനങ്ങളിൽ പകൽ 45 ഡിഗ്രി വരെ തന്നെയാകും ചൂട്. ഈ ചൂടുകാലത്ത് നമ്മളെപ്പോലെ വലയുന്ന ഈ പക്ഷികൾക്ക് വേണ്ടിയും ഒരല്പം കരുതൽ ആകാം. മുംബൈയിലെ BSPCA ആശുപത്രിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, തോപ്പുംപടിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. പാലത്തിന് സമീപമുള്ള പറമ്പിലാണ് തീപിടിച്ചത്. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണുള്ളത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, തീപിടുത്തത്തിന് കാരണം എന്താണ് എന്നതാണിത്? കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശമാണ് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കൊടും ചൂടിനെ തുടർന്നുണ്ടായ തീപിടുത്തമെന്നാണോ അറിയുന്നത്?
പ്രദേശത്ത് സമാനമായ അനുജ, അങ്ങനെ തന്നെയാണ്. കൊടും ചൂടിനെ തുടർന്നുണ്ടായ തീപിടുത്തമാണ്. നേരത്തെയും മുമ്പ് ഈ പ്രദേശത്ത് സമാനമായ രീതിയിൽ തീപിടിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അല്പം വ്യാപ്തിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇതിന് ഈ തോപ്പുംപടിയിലേക്ക് പോകുന്നതിനിടയിൽ ഒരു വാക്വേ ഉണ്ട്. അതിൻ്റെ തൊട്ട് പരിസരത്തുള്ള പ്രദേശത്താണ് ഈ തീ പിടിച്ചത്. 4 തവണ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നെങ്കിലും അത് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. നിലവിൽ തീ പലയിടങ്ങളിലേക്കായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാനാകും എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയല്ല എന്നുള്ളത് കൊണ്ട് അത്ര ആശങ്കകൾ ഇല്ല. പക്ഷേ ഈ കാട് ഏറെക്കുറെ പൂർണ്ണമായും ഈ ചില പ്രദേശങ്ങൾ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ബാക്കി ഇടങ്ങളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാനുള്ള നടപടികളാണ് നിലവിൽ സ്വീകരിക്കുന്നത്. ഇതിനപ്പുറത്ത് ചില സ്റ്റീലിൻ്റെ ഫാക്ടറി ഉൾപ്പെടെ ഉണ്ട്. അങ്ങോട്ടേക്കൊക്കെ തീ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഇത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി 1 മണിയോടുകൂടി ആരംഭിച്ചതാണ്. അപ്പോൾ കാര്യമായ തീ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കെടുത്താനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തീ അങ്ങ് വ്യാപിക്കുകയായിരുന്നു. ഉച്ചയോടുകൂടി വെയിൽ കൂടുതൽ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തീ വ്യാപിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളിലാണ് നിലവിൽ തീ കെടുത്താനുള്ള ശ്രമം നടക്കുന്നത്. കാറ്റ് ഒരു പ്രതികൂല ഘടകമായി നിലനിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കായലാണുള്ളത്. അതുകൊണ്ട് ശക്തമായ കാറ്റ് അടിക്കുന്നുണ്ട്. പലയിടങ്ങളിലേക്കും ഇത് ഇങ്ങോട്ടേക്ക് ഈ പൊടിപടലങ്ങളും അതോടൊപ്പം തന്നെ തീയും വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കാറ്റാണ്. നിയന്ത്രണ വിധേയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തോപ്പുംപടിയിലാണ് ഒഴിഞ്ഞ പറമ്പിന് തീ പിടിച്ചത്. തീ ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല. വേനൽ കടുത്തതോടെ വറ്റിവരണ്ട് മീനച്ചിലാർ. കിഴക്കൻ മേഖലയിലാണ് വരൾച്ച രൂക്ഷം. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നതോടെ സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിൽ വെള്ളമില്ലാതായി. ഒരു പുഴയാണെന്ന് പോലും പറയാൻ സാധിക്കില്ല. അത്രമാത്രം വറ്റി വരണ്ടിരിക്കുന്നു മീനച്ചിലാർ. നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ച അവസ്ഥ. അടിത്തട്ടിൽ പോലും വെള്ളമില്ലാതായതോടെ മരണത്തോട് മല്ലിടുകയാണ് മീനച്ചിലാർ. കിഴക്കൻ മേഖലയിലാണ് വരൾച്ച രൂക്ഷമായിരിക്കുന്നത്. ജലനിരപ്പ് താഴ്ന്നതോടെ സമീപത്തെ ജലസ്രോതസ്സുകളിലും വെള്ളമില്ലാതായി. പുഴയുടെ നടുഭാഗത്ത് കുഴി കുഴിച്ച് അതിൽ നിന്നും വെള്ളമെടുക്കേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക്. ചൂട് കണ്ടമാനം കൂടിയിട്ടുണ്ടല്ലോ, അതനുസരിച്ചിട്ട് ഇത് മുഴുവൻ വറ്റിപ്പോകുന്നുണ്ട്. ഇനി കൃത്യമായിട്ട് തടയണകളൊക്കെ ഒന്ന് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറേയും കൂടെ വെള്ളം അവിടെ നിലനിൽക്കുകയും ഒഴുകി പോകാതെയും വറ്റിപ്പോകാതെ ഇരുന്നേനെ. അങ്ങനെ ഇതിന് സമീപത്തുള്ള പ്രദേശങ്ങളിലെങ്കിലും വെള്ളം കിട്ടിയേനെ. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന മീനച്ചിലാർ വേനലായാൽ വറ്റി വരളും. ഇത്തവണ അതിന്റെ കാഠിന്യം കൂടുതലാണ്. ജലമില്ലാതായതോടെ മീനച്ചിലാറിന്റെ ആവാസ വ്യവസ്ഥയും താളം തെറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടെ വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നില്ല. ഈ അവസ്ഥ തുടർന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമാകും. കോട്ടയത്ത് നിന്ന് അനന്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ വാക്പൂരിൽ പ്രതിഷേധം. തിരുവനന്തപുരം കോർപ്പറേഷൻ യോഗത്തിൽ BJP അംഗങ്ങൾ മേയർക്കെതിരെ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ KSRTC ബസ്സുകളിൽ മേയർ ഉണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്റർ പതിച്ചു. പ്രതിഷേധം തുടരുമ്പോഴും മേയർക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്നതാണ് പോലീസിന്റെ തീരുമാനം. മേയർക്കെതിരെ DGPക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഡ്രൈവർ യദു. ഇനി നിയമ നടപടി എന്ന് വെച്ചാൽ വക്കീലിന്റെ എല്ലാ ഫയലും ബാക്കിയുള്ള ഡീറ്റെയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. വക്കീൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം കമ്മീഷണർക്കും DGPക്കും പിന്നെ മനുഷ്യാവകാശത്തിനും അവർക്ക് പിന്നെ നമ്മളെ CMDക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്നോ ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ മാത്രമാണ് കോടതി ഫയൽ ചെയ്യുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ ഡ്രൈവറുടെ നിലപാട് എന്താണ്? അദ്ദേഹം നൽകിയ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതുണ്ട്. പക്ഷേ അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നു എന്ന വാർത്ത വന്നത് പിന്നീട് നിഷേധിക്കുന്നു. ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനം? അനൂജ, യദുവിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മേയർക്കെതിരെയും ഒപ്പം സച്ചിൻ ദേവ് MLA-ക്കെതിരെയും കേസെടുക്കണമെന്നാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിക്കും യദു പരാതി നൽകും. ഈ പരാതിയിൽ കേസെടുക്കണമെന്നും പോലീസ് നിലവിൽ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന വിഷയവും ചൂണ്ടിക്കാട്ടും. ഒപ്പം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും ഒപ്പം KSRTC CMDക്കും മനുഷ്യാവകാശ കമ്മീഷനും സമാനമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടപടി
നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി യദു നൽകും. ഇതാണ് നിലവിൽ യദുവിൻ്റെ നീക്കം. ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത ഘട്ടമുണ്ടായാൽ കോടതിയെ സമീപിക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസ് യദു നൽകിയ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം യദു മോശമായി പെരുമാറിയത് കൊണ്ടാണ് മേയർ വാഹനം KSRTC ബസ് തടഞ്ഞതെന്നാണ് പോലീസിന്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. എന്തായാലും നിയമ പോരാട്ടം ഈ വിഷയത്തിൽ തുടരുമെന്ന നിലപാടുമായി യദു പോകുന്നു. ഇന്നും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് മേയർക്കെതിരെ ഉയരുന്നത്. BJP അംഗങ്ങൾ നഗരസഭാ കൗൺസിലും യൂത്ത് കോൺഗ്രസ് നഗരസഭയ്ക്ക് പുറത്ത് മേയറുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് KSRTC ബസ്സിന് മുകളിലും തൂക്കി. KSRTC ആസ്ഥാനത്ത് ചീഫ് ഓഫീസറുടെ ഓഫീസിന് സമീപത്ത് TDF പ്രവർത്തകരും വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. എന്തായാലും യദു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. മേയർ ആരോപണത്തിൽ ഉയർച്ചു നിൽക്കുന്നു. മേയറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തിൽ മേയറുടെ മൊഴി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പോലീസ് എടുത്തിരുന്നു. എന്തായാലും DGPക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ഉൾപ്പെടെ നൽകുന്ന പരാതിയിൽ എന്തായിരിക്കും നടപടി എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. ഇതിൽ കൃത്യമായി പോലീസ് കേസെടുക്കുകയാണെങ്കിൽ, കേസെടുക്കാൻ DGP നിർദ്ദേശം നൽകുകയാണെങ്കിൽ യദു കോടതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമീപിക്കുകയില്ല. പക്ഷേ അത്തരം ഒരു ഘട്ടം ഉണ്ടായില്ല എങ്കിൽ കൃത്യമായി ഈ ഒരു വിഷയം കോടതിയിലേക്കും എത്തും. കോടതിയായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. അനുജ, ഇതിലൊരു കാര്യം കൂടി ജയശങ്കർ, ഗതാഗത മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ട് അതെപ്പോഴാണ് ലഭിക്കുന്നത്? ഒപ്പം അതെല്ലാ CCTV ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും ഒക്കെ പരിശോധിച്ചുള്ള വിശദമായ അന്വേഷണമല്ലേ അവിടെ നടക്കുക? അനുജ, KB ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിർദ്ദേശമാണ് KSRTC CMDക്ക് നൽകിയിരിക്കുന്നത്. ഒരാഴ്ച എടുത്ത് വളരെ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. തിടുക്കപ്പെട്ട ഒരു റിപ്പോർട്ട് വേണ്ട എന്നൊരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. കൃത്യമായി നഗരത്തിലെ ഈ ബസ് കടന്നുപോയ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ KSRTC നിലവിൽ ശേഖരിച്ചു വരികയാണ്. പോലീസിൻ്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് ഈ ദൃശ്യങ്ങൾ എടുക്കുന്നത്. ഇതെല്ലാം പരിശോധിച്ച് ആരെയും കുറ്റപ്പെടുത്താതെ യഥാർത്ഥ കാരണം എന്താണെന്ന രീതിയിലുള്ള റിപ്പോർട്ട് വേണമെന്നാണ് ഗണേഷ് കുമാറിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ മാത്രമേ വിശദമായ ഒരു റിപ്പോർട്ട് നൽകൂ. നിലവിൽ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും KSRTC അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അനുജ, മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഇന്ന് സംഭവിച്ചത് എന്ത് എന്നതിന്റെ വിവരങ്ങളാണ് ജയശങ്കർ നൽകിയത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. K. സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന് തനിക്കും EP ജയരാജനുമെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കാട്ടി TG നന്ദകുമാർ DGPക്ക് പരാതി നൽകി. ആരെങ്കിലും പറഞ്ഞാൽ അവസാനിപ്പിക്കാവുന്ന ബന്ധമല്ല EP-യുമായുള്ളത് എന്ന് നന്ദകുമാർ പറഞ്ഞു. ശോഭ പറയുന്നത് പക്ക കളവ്. ഒരു ക്വാളിറ്റി ഇല്ല ശോഭയ്ക്ക്. തട്ടിപ്പുകാരി. EP ജയരാജൻ കണ്ടു, സംസാരിച്ചു. ഞാനത് നിഷേധിക്കുന്നില്ല, അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തെ BJP ചേർക്കാനെന്ന് ശോഭ പറഞ്ഞത് വൃത്തികേടാണെന്ന് പറയണ സുധാകരൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഡയലോഗ് വച്ചിട്ടില്ല. EP കണ്ടതിനല്ല തെറ്റ്, എന്റെ കൂടെ കൂടിയനാണ് തെറ്റ്. ഇവർക്ക് ആർക്കെങ്കിലും എന്നോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറ്റൂ? പാർട്ടിയല്ല പടച്ചവും പറഞ്ഞാൽ പറ്റൂല. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിന് ബംഗാളിൽ പോയി. അവിടെ നിന്നൊരു സിം മേടിച്ച് ആ സിം ഇട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. മനസ്സിലായോ? പിന്നെ അദ്ദേഹം എനിക്ക് എന്നെ കൂടിക്കാഴ്ചയൊക്കെ അയച്ച മെസ്സേജൊക്കെ എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിനിടെ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിലെ CPI-യുടെ അതൃപ്തി പരിഹരിക്കാൻ CPIM നീക്കം തുടങ്ങി. CPIM EP ജയരാജനെ തൊടാത്തത് അഴിമതിയുടെ കൊട്ടാരം കത്തുമെന്ന് ഭയന്നാണെന്ന് K. സുധാകരൻ പരിഹസിച്ചു. വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ CPM-ന്റെ ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയത്? എന്തോ ഒരു മനസ്സമാധാനത്തിലാവും ഒരാളെ പോക്ക് പറയും. അപ്പോൾ ഇതിപ്പോൾ വെച്ചാൽ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ അടക്കം കാത്തുകൊണ്ടി വരും.
വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ ദിവസം CPIM സെക്രട്ടറി പറഞ്ഞത് ഈ ബന്ധം അവസാനിപ്പിക്കണം എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ബന്ധം അവസാനിപ്പിച്ചു എന്ന് EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോഴാണ് ഇന്ന് നന്ദകുമാർ പറയുന്നത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ ബന്ധം എന്നൊപ്പം തന്നെയും അദ്ദേഹത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനുമെതിരെ അദ്ദേഹം പരാതി നൽകിയിട്ടുമുള്ളത്. ഇത് പ്രതിരോധത്തിലാക്കുകയാണോ കൂടുതൽ EP ജയരാജനെ? ഒപ്പം CPIയെ ഏത് തരത്തിലേക്ക് അനുനയിപ്പിക്കാനുള്ള നീക്കം പാർട്ടി നടത്തുന്നു, CPIM നടത്തുന്നു? അനുജ, ദല്ലാൽ വ്യക്തമാക്കിയത് ഒറ്റവരിൽ ഇങ്ങനെയാണ്: പാർട്ടിയല്ല ദൈവം പറഞ്ഞാലും താനും EP ജയരാജനും തമ്മിലുള്ള ബന്ധം അങ്ങനെ തടയാനാവില്ല. കാരണം അത് വർഷങ്ങളായുള്ള ബന്ധമാണ്. ഒരുപാട് സഹായങ്ങൾ താൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. EP-ക്ക് മാത്രമല്ല മറ്റാളുകൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. 2016 മുഖ്യമന്ത്രി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് താൻ അവർക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഒഴിവാക്കാനാകുമോ എന്നൊരു മറു ചോദ്യമാണ് ഈ ദല്ലാൽ നന്ദകുമാർ ചോദിച്ചത്. ഒപ്പം ഇന്ന് അദ്ദേഹം DGP-ക്ക് പരാതി നൽകിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് EP ജയരാജൻ BJP-യിലേക്ക് എന്ന് പറഞ്ഞ വാർത്ത പ്രചരിച്ചത്. അതിനൊരു അടിസ്ഥാനവുമില്ല. ശോഭാ സുരേന്ദ്രൻ ഒരിക്കൽ പോലും EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. മറിച്ച് താനും ജാവദേക്കറും മാത്രമാണ് EP ജയരാജനോട് സംസാരിച്ചത്. അത് BJP-യിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയല്ല. തൃശൂർ സീറ്റ് തങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന ജാവദേക്കർ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അതുവേണ്ടിയിട്ട് നിരവധി ഡീലുകളും EP ജയരാജന് മുന്നോട്ട് വെച്ചു. പക്ഷേ EP ആ ഡീലുകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് മാത്രമാണ് ചർച്ചയായി നടന്നത്. അതല്ലാതെ BJP-യിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയും EP ജയരാജൻ നടത്തിയിട്ടില്ല എന്ന് ദല്ലാൽ നന്ദകുമാർ വ്യക്തമാക്കുന്നു. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന ഘട്ടത്തിൽ EP-യോട് അവിടെ വെച്ചും അതോടൊപ്പം തന്നെ അല്ലാതെ മുഖ്യമന്ത്രി നേരിട്ടുമെല്ലാം പരസ്യമായെല്ലാം പറഞ്ഞതാണ് ദല്ലാളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം. പക്ഷേ അത് വ്യക്തമാക്കുന്നത് കൂടുതൽ അങ്ങനെ ഉപേക്ഷിക്കാൻ EP-ക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് എന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദല്ലാൽ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കണമെന്ന ആവശ്യം അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് EP ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം കുറച്ച് ദിവസം കൂടി ചർച്ചയാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ EP വിവാദത്തിൽ സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ BJP-യിൽ പൊട്ടിത്തെറി. ശോഭാ സുരേന്ദ്രന്റെ പ്രവൃത്തികൾ പ്രകാശ് ജാവ്ദേക്കർ ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചു. ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വന്നേക്കും. കേരളത്തിന്റെ പ്രഭാരി ചുമതല ഒഴിയാൻ പ്രകാശ് ജാവ്ദേക്കർ താൽപര്യം അറിയിച്ചതായും സൂചനയുണ്ട്. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ രഹസ്യ കൂടിക്കാഴ്ചയിലെ ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ അവമതിപ്പ് ഉണ്ടാക്കിയെന്നാണ് BJP വിലയിരുത്തൽ. രഹസ്യ ചർച്ചകളെപ്പറ്റി പുറത്തു പറഞ്ഞത് ഇനിയുള്ള ചർച്ചകളെ ബാധിക്കുമെന്നും ആക്ഷേപമുണ്ട്. നേതാക്കളുടെ വിശ്വാസ്യതയെ വെളിപ്പെടുത്തലുകൾ ദോഷകരമായി ബാധിച്ചെന്നും പാർട്ടിയിൽ അഭിപ്രായമുയർന്നു. വാവിട്ട വാക്കിൽ ശോഭയ്ക്കെതിരെ നടപടിക്ക് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടെ ചർച്ച സ്ഥിരീകരിച്ച കെ സുരേന്ദ്രന്റെ നടപടിയിലും പ്രഭാരിക്ക് അതൃപ്തിയുണ്ട്. മെയ് ആദ്യവാരം തിരുവനന്തപുരത്ത് പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗം വിഷയം ചർച്ച ചെയ്യും. അതേസമയം കേരളത്തിന്റെ പ്രഭാരി ചുമതല ഒഴിയാൻ പ്രകാശ് ജാവ്ദേക്കർ താൽപര്യമറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ദേശീയ നേതൃത്വത്തെയാണ് ജാവ്ദേക്കർ തീരുമാനമറിയിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പുനഃസംഘടനയിൽ ജാവ്ദേക്കർ ഉണ്ടായേക്കില്ല. വിവാദങ്ങൾക്കിടെ ശോഭാ സുരേന്ദ്രനും പ്രകാശ് ജാവ്ദേക്കറിനും പരോക്ഷ വിമർശനവുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ P. രഘുനാഥ് രംഗത്തെത്തി. ദല്ലാളുമാരുമായുള്ള കളങ്കിത കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ലെന്നും BJP-യിൽ ആളെ ചേർക്കുന്നത് ദല്ലാളുമാരെ വച്ചല്ലെന്ന് ഓർക്കണമെന്നുമായിരുന്നു വിമർശനം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. എറണാകുളം തോപ്പുംപടി പാലത്തിന് സമീപമുള്ള പറമ്പിൽ തീപിടുത്തം. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് സംഘമെത്തി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഉച്ചയ്ക്കുണ്ടായ തീപിടുത്തം, അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുകയാണോ? അനുജ, നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ വലിയ പുകപടലങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ റോഡിന് സമീപമുള്ള പറമ്പിലേക്ക് എത്തി നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും തീ കെടുത്തിയിട്ടുണ്ട്. നിലവിൽ മറ്റിടങ്ങളിലേക്ക് പടർന്ന തീ കെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയാണ് കൂടുതൽ ഫയർഫോഴ്സ്. ഇപ്പോൾ നിലവിൽ ഇവിടെ 2 യൂണിറ്റ് ഉണ്ട്. ഇതിനകത്ത് 2 യൂണിറ്റുകളുണ്ട്. മറ്റ് വശങ്ങളിലും 2 യൂണിറ്റുകൾ
തീപിടുത്തം ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നടക്കുന്നു. 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ആദ്യം ചെറിയ രീതിയിലാണ് കത്തി തുടങ്ങിയെങ്കിൽ പിന്നീട് നിയന്ത്രണത്തിന് വിധേയമായി അങ്ങ് കത്തി പടരുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ കായലിന് സമീപമുള്ള സ്ഥലമായി തന്നെ ശക്തമായ കാറ്റുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എത്രയോ ഏക്കർ സ്ഥലം ഇന്ന് ഉണ്ടായ ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് എന്തായാലും നിലവിൽ നിയന്ത്രണ വിധേയം ജനവാസ മേഖലയല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്ത് പലയിടങ്ങളിലും ഫാക്ടറി ഉൾപ്പെടെ നേവിയുടെ ആസ്ഥാനം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് ഒരല്പം ആശങ്ക ഉണ്ടാക്കിയെങ്കിലും അതിൽ കൃത്യമായി ഇടപെടാൻ ഫയർഫോഴ്സിന് സാധിച്ചു. ഇനിയും പുല്ലിലാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ കെടുത്തുക, കുറച്ച് പൂർണ്ണമായും കെടുത്തുക എന്നുള്ളത് ഒരുപാട് സമയം വേണ്ട പ്രക്രിയയാണ്. ആ നടപടിയിലേക്ക് കടക്കുകയാണ് ഫയർഫോഴ്സ്. തോപ്പുംപടി പാലത്തിന് സമീപമുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പുല്ല് നിറഞ്ഞു കിടക്കുന്ന സ്ഥലമായതിനാൽ തീ അണയ്ക്കുന്നതിന് ഒരൽപ്പം സമയമെടുക്കും എന്നുള്ളതാണ് വിഷ്ണു സുരേഷ് നൽകിയ വിവരം. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, SSLC ഫലം മെയ് 8 പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. മെയ് 9 രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലങ്ങൾ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏപ്രിൽ മാസം 3 മുതൽ 20 വരെ 14 ദിവസങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. ടാബുലേഷൻ, ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാ ഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 2023-24 അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 9 വ്യാഴാഴ്ച 3 PM നടത്തും. കഴിഞ്ഞ വർഷം മെയ് മാസം 25 ഫലപ്രഖ്യാപനം നടന്നത്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, കഴിഞ്ഞ തവണത്തേക്കാൾ നേരത്തെ ഫലപ്രഖ്യാപനം, മറ്റെന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്? അനുജ, SSLC ഫലം മെയ് 8 വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപ് തന്നെ ഇത്തവണ ഫലം പ്രഖ്യാപിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ മന്ത്രിസഭയ്ക്കുൾപ്പെടെ ഈ SSLC ഫലം നേരത്തെ തന്നെ പ്രഖ്യാപിക്കണമെന്നൊരു നിലപാടുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മെയ് 10 മുൻപ് തന്നെ ഇത്തരത്തിൽ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നൊരു തീരുമാനമെടുക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ വേഗത്തിൽ തന്നെ തീർക്കുകയും ചെയ്തത്. ഏതാണ്ട് 70 ക്യാമ്പുകളിലായാണ് 10,000-ലധികം വരുന്ന അധ്യാപകർ ഇത്തരത്തിൽ മൂല്യനിർണ്ണയം നടത്തിയത്. എന്തായാലും ഈ ഫലപ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. ഒപ്പം VHSE അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷയുടെ ഫലവും മെയ് 9 പ്രഖ്യാപിക്കും. SSLC പരീക്ഷാഫലം മെയ് 8, +2 പരീക്ഷാഫലം മെയ് 9. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇന്ത്യൻ നാവികസേനാ മേധാവിയായി ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റു. മലയാളിയായ അഡ്മിറൽ R. ഹരികുമാർ വിരമിച്ച ഒഴിവിലാണ് നിയമനം. നാവികസേനയുടെ നവീകരണത്തിൽ ഒട്ടേറെ സംഭാവന നൽകിയാണ് R. ഹരികുമാർ പടിയിറങ്ങിയത്. പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് അഡ്മിറൽ R. ഹരികുമാർ നാവികസേനാ മേധാവി സ്ഥാനം ഒഴിഞ്ഞത്. രാജ്യത്തിന്റെ 25ാം നാവികസേനാ മേധാവിയായിരുന്നു ഹരികുമാർ. മഹത്തായ രാജ്യത്തിന്റെ നാവികസേനയെ നയിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. So today I proudly hand over a combat ready, credible, cohesive and future proof force to my worthy successor Admiral Dinesh Tripathi, and I am sure that Nausena will continue to do its duty and do it very well and excel in whatever they do hereafter as well. 30 വർഷത്തെ നാവികസേനാ ജീവിതത്തിന് ഉടമയാണ് പുതിയ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. 1985 ജൂൺ 1 നാവികസേനയിൽ അദ്ദേഹം പ്രവേശിച്ചത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് വാർഫെയർ സ്പെഷ്യലിസ്റ്റ് ആണ് പുതിയ മേധാവി. INS വിനാഷിന്റെ കമാൻഡറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. मुझसे पहले 25 नौसेना अध्यक्षों ने अपनी कर्मठता और समर्पण से हमारी नौसेना को एक युद्ध तत्पर, विश्वसनीय, सुगठित और फ्यूचर फोर्स बनाया है. അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ വലിയ ചുമതലകളാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ വഹിക്കുന്നത്. നാവികസേനാ മേധാവി എന്ന നിലയിൽ പുതിയ കാലത്തിനൊപ്പം പുതിയ വേഗത്തിൽ നാവികസേനയെ എത്തിക്കാൻ അഡ്മിറൽ R. ഹരികുമാറിന് സാധിച്ചിട്ടുണ്ട്. അഗ്നിവീർ പദ്ധതിയിലടക്കം അദ്ദേഹം വഹിച്ച സംഭാവനകൾ ഏറെ വലുതുമാണ്. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം R. രാധാകൃഷ്ണൻ, 24. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കുകയായിരുന്നു നമ്മൾ.